النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه وذرياته وأهل بيته وإترته كلهم أجمعين، إلى حضرات ساداتنا الأنبياء والمرسلين وإلى حضرات ساداتنا أصحابه البدريين والوحيدين وسائر الصحابة كلهم يا رب العالمين، إلى حضرات مشايخنا وأساتذتنا وإلى حضرات آبائنا وأمهاتنا أمات منا وإلى حضرات من نبيناهم في قلوبنا وإلى حضرات أموات المسلمين. اللهم اغفر لنا ولهم واجمع بيننا وبينهم في دار جناتك النعيم. اللهم يسر أسيرنا وسهل أمورنا وقضي حوائجنا واشف أمراضنا وبارك لنا في جميع أمورنا خصوصا في أمرنا هذا من أوله إلى آخره يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. വേദിയിൽ ഖിറാഅത്ത് ഹാഫിൽ അമീൻ നജാദ്. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتلوا اليتامى حتى إذا بلغوا النكاح فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف. فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا. صدق الله العظيم. السلام عليكم ورحمة الله. കൊടുവള്ളി മുസ്ലിം ഓർഫനേജ് 47-ാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം വേദിയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി TK അഹമ്മദ് കുട്ടി ഹാജി സംസാരിക്കുന്നു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ പ്രിയപ്പെട്ട അധ്യക്ഷൻ PTA റഹീം MLA പ്രാർത്ഥന നടത്തിയ UP അബൂബക്കർ കുട്ടി ഫൈസി, ഖിറാഅത്തിന് നേതൃത്വം കൊടുത്ത ഹാഫിൾ ഹമീദ് മച്ചാത്ത്, നമ്മുടെ ഇഷ്ട അതിഥി ഇന്നിവിടെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ റഷീദ് അലി ശിഹാബ് തങ്ങൾ, MP മുഹമ്മദ് സാഹിബ് നേരെ വന്നു പോയതാണ്. ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഉമർ മാസ്റ്റർ, കാരാട്ട് റസാഖ്, കോതൂർ മുഹമ്മദ് മാസ്റ്റർ, TK മുഹമ്മദ് മാസ്റ്റർ, മൊയ്തീൻ കുട്ടി ഹാജി, CP അബ്ദുൾ കോയ തങ്ങൾ, NP ഷിറാസ്, പത്ര കമ്മിറ്റി ട്രഷറർ, KP ബഷീർ, ബായത്തോട് വെൽഫെയർ കമ്മിറ്റി കൺവീനർ, KK ഖാദർ സാഹബ്, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ 47ാമത്തെ വാർഷിക സന്ദർശനമാണ്. 978 സ്ഥാപിച്ച കേവലം 16 കുട്ടികളും ആയി ഒരു വാടക വീട്ടിലാണ് ആദ്യം ഈ സ്ഥാപനത്തിൻ്റെ ഉത്ഭവം ഉണ്ടായത്. അതിനുശേഷം പടിപടിയായി 300 കുട്ടികൾ, ഒരുപാട് കാലങ്ങൾ 300 കുട്ടികൾ ഇവിടെ സ്ഥിരം ഓർഫൻ മാത്രമായിട്ടുണ്ടായിരുന്നു. പിന്നെ കാലാന്തരത്തിൽ 10-15 കൊല്ലത്തിന് ശേഷം അത് കുറഞ്ഞ് 50-ലും അതിലും താഴെ എത്തിയപ്പോഴാണ് നമ്മളെ യതീംഖാന കമ്മിറ്റി മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ തീരുമാനങ്ങൾ എടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ, ഭൗതിക മത വിദ്യാഭ്യാസ രീതിയിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കോഴ്സ് ഇവിടെ നടത്താം എന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും അത് കഴിഞ്ഞ 12-11 കൊല്ലം മുമ്പ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് 10 ക്ലാസ് പാസ്സായി ദാറുൽ ഹുദയിലേക്ക് പോയി. അവിടെ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മക്കൾ കുറച്ചു മുമ്പ് അവിടെ വന്നിരുന്നു. എല്ലാവരും വളരെ റാഹത്തിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഞങ്ങൾ B.Ed കോളേജ് നടത്തുന്നുണ്ട്. TTI ഉണ്ട്, TTC ഉണ്ട്, അറബിക് കോളേജുണ്ട്, പർക്കിൻസ് വുമൻസ് ഹോസ്റ്റലുണ്ട്, ആർട്സ് കോളേജുണ്ട്. അങ്ങനെ 8-9ഓളം സ്ഥാപനങ്ങൾ ഇവിടെ നടത്തി വരുന്നുണ്ട്, ഭംഗിയായി നടത്തി വരുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ആദ്യമായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട പ്രസിഡന്റ് CH അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച TK പരിക്കുട്ടി ഹാജി, ട്രഷറർ VC ചെറിയാമദ് ഹാജി, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ PTA റഹീം സാബ്, അതുപോലെ അനേകം ആളുകൾ അവരുടെ ഉത്സാഹം, പരിശ്രമം കൊണ്ടാണ് ഈ സ്ഥാപനം ഈ നിലക്ക് ആയി കഴിഞ്ഞത്. അൽഹംദുലില്ലാ, ഇന്ന് കൊടുവള്ളിയിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. നിസ്വാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് അത് സാധിച്ചത്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, ഇവിടെ തങ്ങൾക്കൊക്കെ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന ഒരു കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. എല്ലാവരെയും, ഇവിടെ സന്നിധരായ എല്ലാവരെയും, ഇഷ്ടാദികളിലൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് PTA റഹീം സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു ബഹുമാന്യനായ PTA റഹീം MLA സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട VM ഉമർ മാസ്റ്റർ,
കൊടുവള്ളി മുനിസിപ്പാലിറ്റിയുടെ ഉപാധ്യക്ഷൻ കെ ഖാദർ, മറ്റ് لا حول ولا قوة إلا بالله العظيم. لا حول ولا قوة. لا حول ولا قوة. لا إله إلا الله محمد رسول الله. എത്തിങ്ങാനിയുടെ സമാദരണീയരായ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, എത്തിങ്ങാനിയുടെ വാർഷികാഘോഷ പരിപാടികളാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. 47 വർഷമായി ഈ സംവിധാനം കൊടുവള്ളിയിൽ ആരംഭിച്ചിട്ട്. ഒരു വാടക കെട്ടിടത്തിൽ നിന്ന് ആരംഭിച്ച ഈ സംവിധാനം ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറി എന്ന് മാത്രമല്ല, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 300 അനാഥകൾക്ക് സംരക്ഷണം നൽകാനുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരമുണ്ടായിരുന്ന ഈ സ്ഥാപനം അന്ന് കുട്ടികളെ കൂടുതൽ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടുള്ള പ്രയാസത്തിലായിരുന്നു. പക്ഷെ പിന്നീട് സമൂഹത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ യതീംഖാനയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെ മുൻഗാമികളായിട്ടുള്ള ബഹുമാനപ്പെട്ട CH അബ്ദുറഹ്മാൻ മുസ്ലിയാർ, TK പരീക്കുട്ടി ഹാജി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഈ സ്ഥാപനം, ഈ സംവിധാനങ്ങളൊക്കെ സമൂഹത്തിന് വേണ്ടി ഉപകരിക്കട്ടെ എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞിക്കോയ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ ഉദവി കോഴ്സ് ഇവിടെ ആരംഭിച്ചത്. അത് വളരെ നന്നായി പ്രവർത്തിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ബാച്ച് അതിൻ്റെ പഠനം പൂർത്തിയാക്കി പുറത്തു പോയിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ നമ്മുടെ ഈ കോഴ്സ് പാസ്സായ കുട്ടികൾ
പല മേഖലയിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ ഖത്തറിലൊക്കെ പോയപ്പോൾ പ്രശസ്തമായ ഒട്ടനവധി സ്ഥാപനങ്ങൾ നടത്തുകയും ഇതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലും പരിശ്രമത്തിലുമാണ് ഞങ്ങളെല്ലാം ഉള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ 47ാം വാർഷിക സമ്മേളനം 3 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. സന്ദർശന പരിപാടി ഞായറാഴ്ചയാണ്. അതിനിടയിൽ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പും അവരുടെ സത്യപ്രതിജ്ഞയ്ക്കുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ കൊണ്ട് ചില പരിപാടികളിലൊക്കെ വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ നമ്മളിപ്പോൾ ഇത് ആരംഭിക്കുകയാണ്. ഈ ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളെ പാണക്കാട് അവരെ സാദരം ക്ഷണിക്കുന്നു. 47ാം വാർഷിക പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ബഹുമാന്യരായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്. ഹൃദ്യമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യനായ ഈ വേദിയുടെ അധ്യക്ഷൻ PTR റഹീം MLA, വേദിയിൽ സന്നിഹിതരായ കൊടുവള്ളി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഖാദർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ മറ്റു ഭാരവാഹികളെ, പൗരപ്രമുഖരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നാം ഇന്നിവിടെ കൊടുവള്ളി മുസ്ലിം യതീംഖാനയുടെ 47ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മ വേദിയാണ് അനുഗ്രഹീത വേളി നടക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമുക്കിന്നിവിടെ ഒരു 47 വർഷം പൂർത്തീകരിച്ച് ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ സംരംഭം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളർന്ന് പന്തലിച്ച് വലുതായി വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇതിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ആളുകളൊക്കെ CH അബ്ദുറഹ്മാൻ മുസ്ലിയാരും അതേപോലെ TK പരീക്കുട്ടിയാച്ചി അടക്കമുള്ള ആളുകളൊക്കെ അവരുടെയൊക്കെ കഠിന പരിശ്രമം, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ഈ സ്ഥാപനത്തെ ഒരു വിദ്യാഭ്യാസ സമുച്ചയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമായിട്ടുണ്ട്. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനം പഴയകാലത്ത് യതീംഖാനയായി തുടങ്ങിയ സ്ഥാപനം പിൽക്കാലത്ത് ദാറുൽ ഹുദയുടെ ഒരു അഫിലിയേറ്റഡ് സ്ഥാപനമായി ഉയർത്തിക്കൊണ്ടുവരാൻ സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധ്യമായി. അതിൻ്റെയും ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ വർഷം ഇറങ്ങി എന്നുള്ളത് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും ട്രെയിനിങ് കോളേജും അടക്കമുള്ള സ്ഥാപനങ്ങളും നമുക്ക് നമ്മുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് തന്നെ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ എത്തിപ്പെടാൻ സാധിച്ചു തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണേണ്ടതും. അതിൻ്റെ ഫലം നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പുറത്തിറങ്ങിയ കുട്ടികൾ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ദാറുൽ ഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമാണ്. ദാറുൽ ഹുദയിൽ നിന്ന് ഇറങ്ങുന്ന ധാരാളം മക്കള് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ട്, ഇപ്പോൾ US പോയാലാണെങ്കിലും അതല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ, ആ രാജ്യങ്ങളിലടക്കം ദാറുൽ ഹുദയിൽ നിന്ന് സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ചിറങ്ങിയ മക്കള്
വ്യത്യസ്ത പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നു എന്നറിയുന്നത് അത് വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. പഴയകാലത്ത് പള്ളി ദർസുകളിൽ നിന്നും അറബി കോളേജൊക്കെ പഠിച്ചിരുന്ന ആളുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ അതും കേരളത്തിൽ അതിനപ്പുറം അവർക്ക് പോയി ജോലിയോ അല്ലെങ്കിൽ മറ്റു നേടാനുള്ള സാഹചര്യമോ അവസരങ്ങളോ അല്ല കഴിവോ അവർക്കുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് അത് രൂപാന്തരപ്പെട്ട് അറബി കോളേജുകൾ മാറി സമന്വയ വിദ്യാഭ്യാസത്തിന്റെ രംഗത്തേക്ക് കടന്നു വരികയും അതിലൂടെ കിട്ടുന്ന പ്രോഡക്റ്റ് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിയും പ്രബോധന രംഗത്തും അടക്കം വളരെ സ്തുത്യാർഹമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. കാരണം ഇങ്ങനൊരു വലിയൊരു മുന്നേറ്റം നടത്താൻ ദാൽഹുദ പോലെയുള്ള സ്ഥാപനങ്ങളുടെ തുടക്കമാണ് അതിനൊക്കെ കാരണം തന്നെ. അതിലൂടെ നല്ല മക്കളെ വാർത്തെടുക്കുകയും കൂടുതൽ ആളുകളും ഉന്നത മാർക്ക് വാങ്ങിയിട്ടാണ് പല രംഗത്തും എല്ലാ ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കമുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അവർക്കൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ എൻട്രൻസും മറ്റും നേടിക്കൊണ്ടും ഇന്ന് ലോകത്തിന്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ധാരാളം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം സംവിധാനമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു മുന്നേറ്റത്തിന്, ഒരു കുതിപ്പിനുള്ള കാരണം. വലിയൊരു നേട്ടമാണ്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ഇത് ഇവിടെ സൂചിപ്പിച്ച പോലെ ചെറിയൊരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയ സ്ഥാപനം പിൽക്കാലത്ത് അത് 300ഓളം കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു യതീംഖാന ആവുകയും പിൽക്കാലത്ത് അത് മാറ്റം വരികയും ചെയ്തു. ഇത്തരം മാറ്റങ്ങൾക്കൊക്കെ ഉള്ള കാരണം ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ ദീർഘ വീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സ്ഥാപനങ്ങൾ മാറി മറിഞ്ഞു വന്ന് ദാൽഹുദയിൽ അഫിലിയേറ്റ് ചെയ്യുകയും ആ സ്ഥാപനങ്ങളിലൂടെ ധാരാളം ആൾക്കാർക്ക് പഠിക്കാനുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു. ഇത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്. അള്ളാഹിന്റെ ദീനിന്റെ പ്രബോധന രംഗത്ത് ഉന്നത രീതിയിൽ പ്രബോധനം നടത്താൻ കഴിവുള്ള അതും മൾട്ടി ലിംഗ്വൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെയാണ് വാർത്തെടുത്തുള്ളത്. ഏത് ഭാഷയാണെങ്കിലും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകൾ. ഈ പ്രബോധന രംഗത്ത് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ കൂടുതൽ അനിവാര്യമാണ്. മലയാളം മാത്രം അറിഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ഏതോ 1-2 ഭാഷ അറിഞ്ഞത് മാത്രം കാര്യമില്ല. വ്യത്യസ്ത ഭാഷകളിൽ അറബിക്ക് പഠിക്കാൻ പറ്റുന്ന ആളുകൾ, സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, അതല്ലെങ്കിൽ ഫ്രഞ്ച്, അതല്ലെങ്കിൽ സ്പാനിഷ് പോലെയുള്ള ഭാഷകളുണ്ട്. അത്തരം ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പഠിച്ച ആളുകളാണ് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അവരുടെ പങ്ക് വളരെ വലുതാണ്. അവർക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടും അതല്ലെങ്കിൽ സേവനത്തിന്റെ ഭാഗമായിട്ടും അത് അവരുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കൂ. നമ്മുടെ ലക്ഷ്യം തന്നെ പരലോക ജീവിത വിജയമാണ്. പരലോക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇഹലോകത്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. പഠിച്ചത് അത് മറ്റുള്ളവർക്ക് വീണ്ടും വീണ്ടും പകർന്നു കൊടുക്കുകയും അത് അവർക്ക് ദീനിനെ കുറിച്ചുള്ള പഠിക്കാനുള്ള സാഹചര്യവും അവസരവുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമില്ല. ധാരാളമാണ്. ദാറുൽ പോലുള്ള സ്ഥാപനങ്ങൾക്ക് നിരവധി ഓഫ് ക്യാമ്പസുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. അത്തരം ഓഫ് ക്യാമ്പസിൽ ഉള്ള പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്, കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അവരും ഇതേപോലുള്ള സംവിധാനത്തിന്റെ കീഴിൽ പഠിച്ചുകൊണ്ട് നല്ലൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം മാറ്റങ്ങളിലൂടെ ദീനിന്റെ വളർച്ചയാണ് ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ദീന് വളർന്നുകൊണ്ട് മറ്റുള്ളവരെ
മറ്റുള്ളവരിലേക്ക് പ്രബോധനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ രംഗം വളരെ സന്തോഷമുണ്ടാകും. നമ്മുടെ ഓരോ ആളുകളിലും ഓരോ കുട്ടികളിലും ഇവിടുത്തെ ഇതിനൊക്കെ സഹായം നൽകുന്ന ഓരോ ആളുകളിലും അതേപോലെ അതിൽ ഇവിടേക്ക് പഠിക്കാൻ ചേർത്ത അവരുടെ രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങളാണ് അവർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംവിധാനങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഓരോ വർഷവും അഡ്മിഷൻ തന്നെ എടുക്കുമ്പോൾ അതിന് ടെസ്റ്റ് നടത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിൽ ധാരാളം കുറെ ആളുകൾക്ക് കിട്ടാൻ സാധ്യത സീറ്റില്ലാണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പരിമിതമായ സീറ്റുകൾ ഉണ്ടാവും. ഇത്തരം സംവിധാനങ്ങൾ വളരെ വ്യാപിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് അത് ആ രീതിയിൽ നമ്മുടെ രാജ്യത്ത് മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഒക്കെ ദീനിന്റെ വ്യാപനമാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. നിങ്ങൾക്ക് പഠിച്ച് രണ്ട് വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഏത് രംഗത്ത് ജോലി ചെയ്യുകയാണെങ്കിലും പ്രബോധന രംഗത്ത് നിങ്ങൾക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രബോധന രംഗത്ത് അള്ളാന്റെ ദീനിന് വേണ്ടിയുള്ള സേവനത്തെ എപ്പോഴും മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയും തുടർന്നും ഉള്ള പ്രവർത്തനങ്ങളിലും നിങ്ങളുടെയൊക്കെ എല്ലാ രംഗത്തിലും ഇടപെടലും അത്യാവശ്യമാണ്. അത് ഒരിക്കലും മറക്കാതെ തന്നെ അത് ജീവിതത്തിൽ നിലനിർത്തണമെന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അറിയാത്ത ആളുകൾ ധാരാളമുണ്ട്. പഠിക്കാൻ സൗകര്യമില്ലാത്ത, കിട്ടാതെ, അല്ലെങ്കിൽ പഠിക്കാതെ ധാരാളം വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. പഴയ കാലത്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പഴയ കാലത്ത് മദ്രസ 5ാം ക്ലാസ് മാത്രം ഉണ്ടായിരുന്നു, അല്ലെ 7ാം ക്ലാസ് വിദ്യാഭ്യാസം പോലില്ല. പിന്നെ പിൽക്കാലത്ത് 7ാം ക്ലാസ് 10ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ വരികയും ഇന്നത് ഉന്നത രീതിയിലുള്ള മതവിദ്യാഭ്യാസം നൽകുന്ന സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് ധാരാളം സ്ഥാപനങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെ കിട്ടുന്ന ഇത്തരം ആളുകളെ, ഇത്തരം കുട്ടികളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അല്ലാഹു സർവശക്തൻ അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ 41ാം വാർഷികത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ച് ഇവിടെ നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഈ ഒരു പ്രൗഢമായ സദസ്സ് വളരെ നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട റഷീദ് അലി സങ്ങൾക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. വേദിയിൽ ആശംസ അറിയിക്കുന്നു VM ഉമ്മർ മാസ്റ്റർ. സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PTA റഹീം സാഹിബ് MLA അവர்களെ, നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ഏറ്റവും ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവர்களെ, മുനിസിപ്പാലിറ്റിയുടെ ഇന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് ചെയർമാൻ KK ഖാദർ ഉൾപ്പെടെ വേദിയിലുള്ള സമാദരണീയരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ 47ാമത് വാർഷികം ആഘോഷിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. 47 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് അന്നത്തെ കാരണവന്മാരായിട്ടുള്ള ആളുകൾ ആലോചിച്ചപ്പോൾ ഇതുപോലെ ഒരു വലിയ പ്രസ്ഥാനമായി, ഒരു സമുച്ചയമായി ഇത് മാറുമെന്നോ നാളെ ഇതെന്തായി തീരുമോ എന്നൊന്നും അന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. നമ്മളിൽ നിന്ന് മറഞ്ഞുപോയിട്ടുള്ള ആ മഹാരഥന്മാരായിട്ടുള്ള കാരണവന്മാർ അവരങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീടുണ്ടായ അത്യപൂർവമായിട്ടുള്ള വളർച്ചയും അതുവഴി നമ്മുടെ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള ഉയർച്ചയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത്
കാര്യമായ പുരോഗതിയൊന്നും കൈവരിച്ചിട്ടില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനങ്ങളിലൂടെ അനുദിനമെന്നോണം വിവിധ തലങ്ങളിലേക്ക് വളരുകയും നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുകയും അതിലൂടെ ഒരുപാട് ആളുകൾ അനാഥരും അഗതികളുമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പഠിച്ചു വളർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയുന്ന വിധം പ്രാപ്തമാക്കി അയക്കുകയും ചെയ്തപ്പോൾ ഒരു വലിയ മാറ്റത്തിന് അതോടുകൂടി ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ആധുനിക കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഉദ്ഘാടനത്തിൽ ബഹുമാന്യനായ തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ലോകത്തെമ്പാടും പോയി പഠിക്കാനും വളരാനും ഉയരാനും കഴിയുന്ന വിധമുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടം, ഈ വർത്തമാന കാലഘട്ടവും പഴയ നമ്മൾ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ആധുനിക കാലഘട്ടത്തിലും അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് മതഭൗതിക വിദ്യാഭ്യാസം നൽകി അവരെ ഉത്തമ പൗരന്മാരാക്കി മാറ്റി അനാഥകളെയും അഗതികളെയും പല വിധേനയും അവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വലിയ സ്ഥാപനമായി ഇത് മാറ്റിയെടുത്തപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള, ഇതിന് പിന്നിൽ സഹായം അർപ്പിച്ചിട്ടുള്ള, ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിൽ നാട്ടിൻപുറങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ടുണ്ട്. വീടുകളിലുള്ള സഹോദരിമാരൊക്കെ ഇതിന്റെ പിരിവുമായൊക്കെ റിസീവർമാർ വീടുകളിൽ ഇപ്പോഴും സന്ദർശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ യതീംഖാനയുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ നിർലോഭമായി അവര് സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കാലഘട്ടം മുതൽ ആരംഭിച്ചിട്ടുള്ള പ്രക്രിയ ഇന്നും അനുസ്യൂതം തുടരുന്നത് ഈ സ്ഥാപനത്തിന്റെ നല്ല വളർച്ച കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തിന്റെ ഒരു അഭിമാന സ്ഥാപനമായി വളർന്നു വന്നിട്ടുള്ള ഈ യതീംഖാന സ്ഥാപനങ്ങളുടെ 47ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ഇനിയും ബഹുദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സർവശക്തനായ നാഥന്റെ അനുഗ്രഹം എല്ലാ രംഗങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നഗരസഭ വൈസ് ചെയർമാൻ KKA ഖാദർ സാഹിബ് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കുന്നമംഗലം MLA കൂടിയായ പ്രിയപ്പെട്ട റഹീം സാഹിബ്, എനിക്ക് മുമ്പേ സംസാരിച്ച നമ്മുടെ മുൻ MLAയും ഈ നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഉമർ മാസ്റ്റർ, കോതൂർ മുഹമ്മദ് മാസ്റ്റർ, PK മുഹമ്മദ് മാസ്റ്റർ, PK മൊയ്തീൻകുട്ടി ഹാജി, പ്രിയപ്പെട്ട അബ്ദുള്ള കോയ തങ്ങൾ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഉസ്താദുമാർ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സാലിഹ് ഫൈസി, അതുപോലെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാർ, ഉദവി കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, മറ്റ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സ്ഥാപനം 47 വാർഷിക പരിപാടി സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെയുള്ള ആളുകൾ യതീംഖാന എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഓർമ്മകളിൽ വലിയ ഗ്രഹാതുരത്വമുള്ള ഒരു സ്ഥാപനമാണ്. ബാല്യകാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ കൊടുവള്ളി GMLP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ഈ സ്ഥാപനത്തിലെ കുട്ടികൾ അവിടെയായിരുന്നു പഠിക്കാൻ വരാറ്. അന്നിവിടെ LP സ്കൂളില്ല. അപ്പം ആ കാലം മുതൽ ഇവിടുത്തെ ഓരോ വികാരങ്ങളും തുടിപ്പുകളും നമ്മളൊക്കെ അനുഭവിച്ചു തുടങ്ങിയതാണ്.
ഇവിടെ റഹീം സാഹിബും അതുപോലെ തന്നെ ടി കെ അഹമ്മദ് കുട്ടിയാജിയൊക്കെ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം, നമ്മുടെ നാട്ടിലുണ്ടായ സാമൂഹ്യ മാറ്റത്തോടൊപ്പം അതുപോലെ ഗൾഫും മറ്റ് സൗകര്യങ്ങളും ഉണ്ടാക്കിയ സാമ്പത്തികമായ അഭിവൃദ്ധിയുടെ ഒരു ഘട്ടത്തിൽ യതീംഖാനകൾ അതിന്റെ മുൻകാലങ്ങളിലുള്ള അതിന്റെ പ്രയോറിറ്റി കുറഞ്ഞു വന്ന കൂടിയ ഒരു സാഹചര്യത്തിൽ നാട്ടിലെ ആളുകൾ ഉറുമ്പ് കൂടുകെട്ടുന്നത് പോലെ പൊടിയരി വെച്ചും അതുപോലെ യതീംഖാനയുടെ പെട്ടികളിൽ നാണയത്തുട്ടുകൾ ഇട്ടുമൊക്കെ ഇവിടുത്തെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകളുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ ഈ മഹാസ്ഥാപനം എങ്ങനെ ഈ നാടിന് ഉപയോഗപ്പെടുത്താം എന്ന ആലോചനയിൽ നിന്നാണ് രാജ്യത്തിനകത്തും പുറത്തും ഒരു വലിയ അത്ഭുത സ്ഥാപനമായി വന്ന അബുദാബി സംവിധാനങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ ഒരു കൈവിളക്കായി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കാൻ കാണിച്ച ആ ഒരു വലിയ പ്രയത്നത്തെ ഈ സമയത്ത് അഭിനന്ദിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം കൂടുതൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും ഒക്കെ ഏറ്റെടുക്കാനും നടത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകണമെന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം ഈ സ്ഥാപനം എന്തൊക്കെ പറഞ്ഞാൽ ദൂരെ നോക്കുന്ന ആളുകൾക്ക് പല രൂപത്തിലുള്ള ആക്ഷേപങ്ങളും പറയാനുണ്ടാകും, പോരായ്മകൾ പറയാനുണ്ടാകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ സ്ഥാപനം കൊടുവള്ളിയുടെയും ഈ സമീപ പ്രദേശങ്ങളിലുള്ള ദീനീ സ്നേഹികളുടെയും അഭിമാനമായ ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട ഇതിന്റെ ഭാരവാഹികൾക്കൊക്കെ സാധിക്കട്ടെ. പ്രിയപ്പെട്ട ഉദവി കോഴ്സും അതുപോലെ ഇവിടെ നടക്കുന്ന മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഭാവിയും നല്ല നാടിന്റെ ദീനീ സ്ഥാപന രംഗത്തും ദീനീ സേവന രംഗത്തുമൊക്കെ വലിയ ഉയർച്ചയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട ഇതിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം റഹീം സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്പറില്ലാത്ത ചില ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ആ വിഷയങ്ങൾ മുനിസിപ്പാലിറ്റി വളരെ ഗൗരവത്തോടു കൂടി തന്നെ വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ആ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും എന്നുകൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഉദ്ഘാടന വേദിയിൽ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്.